in the world. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു അഫ്ഗാനി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇവിടെ ഞാനിപ്പോൾ ദാ ചിക്കൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഗരം മസാല പൗഡർ ഹാഫ് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കസൂറി മെത്തി ലീവ്സ് ആണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കൈവശം ഇല്ലായിരുന്നു, അതാണ് ഞാൻ ചേർക്കാതിരുന്നത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് 5 or 6 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് 1/4 കപ്പോളം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 15 or 20 കാഷ്യൂനട്ട് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ നീരും കൂടിയാണ്. ആ ഒരു ഉപ്പും പുളിയുമാണ് കേട്ടോ, ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കൂടുതൽ നിൽക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മസാല ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ മസാല എല്ലാം ചിക്കൻ പീസസിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 മണിക്കൂറോളമാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഇതാ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും പിന്നെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒരു ഹാഫ് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കി വന്ന ആ ഒരു മസാല നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട് കേട്ടോ, അത് മാറ്റി വെക്കുന്നുണ്ട്. അടച്ചു വെച്ചൊന്ന് ഈ ഒരു ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 വശവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ കാഷ്യൂനട്ടിൻ്റെയൊക്കെ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്രേവി വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ഗരം മസാല പൗഡറും പിന്നെ കുറച്ച് കുരുമുളക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്രേവി എല്ലാം വറ്റി വരുന്നതിനും ചിക്കൻ ഒന്ന് കുക്കായി വരാനും കേട്ടോ. അപ്പോൾ ദാ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടിയാണ് കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഏറ്റവും അവസാനമാണ് ഇത് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ കസൂറി മെത്തി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തി, പൊറോട്ട, പിന്നെ റുമാലി റോട്ടി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോയാണ് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാം. റൈസാന് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്, ഏറ്റവും ഇഷ്ടമുള്ളതാണ് അഫ്ഗാനി ചിക്കൻ. റഫാന് അല്ലേ? ഇഷ്ടയോ? ചപ്പാത്തി എടുക്കുക, ഒരു മാറി റൊട്ടി എന്നിട്ട് കഴിക്കുമ്പോൾ പിന്നെ കഴിക്കാൻ പിന്നും തോന്നും, മതിയാക്കാൻ തോന്നത്തില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.